കേരള ഓൺലൈൻ ന്യൂസ് ഇപ്പോഴുള്ളത് സംസ്ഥാനത്തെ ആദ്യത്തെ പാഡ് ഫ്രീ ക്യാമ്പസിലാണ്. വേറെ എവിടെയുമല്ല, കണ്ണൂരിലെ മാടായി കോളേജിൽ. മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്ത് മാതൃകയായിരിക്കുകയാണ് ഈ ക്യാമ്പസ്. പാരമ്പര്യ രീതികളിൽ നിന്ന് മാറാനും ആധുനിക മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും സന്നദ്ധമാകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ AICC വക്താവ് ഡോക്ടർ ഷമാ മുഹമ്മദ് ചെയർപേഴ്സണായ സോയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു വിദ്യാർത്ഥിനികൾക്ക് മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്തത്. കോളേജ് യൂണിയന്റെ നൂതനമായ ആശയത്തിനൊപ്പം അധ്യാപകരുടെ പിന്തുണയും കൂടിയായതോടെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ പാഡ് ഫ്രീ ക്യാമ്പസായി മാടായി കോളേജ് മാറിയത്. ആദ്യമായിട്ട് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പാഡ് ഫ്രീ ക്യാമ്പസ് എന്നുള്ളൊരു സങ്കല്പത്തിൽ സോള ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ട് ഇണങ്ങി അവരൊരു പദ്ധതി നടപ്പാക്കുകയായിരുന്നു. എല്ലാ പെൺകുട്ടികൾക്കും ഏകദേശം 560 ഗേൾസാണ് ഇവിടെ ഉള്ളത്. അവർക്ക് 400 രൂപ വില വരുന്ന, മാർക്കറ്റിൽ 400 രൂപ വില വരുന്ന ഈ കപ്പാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തന്നെ മൊത്തം ശ്രദ്ധ ആകർഷിച്ചു. കാരണം ഇങ്ങനൊരു ആശയം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പസ് തലത്തിൽ നടക്കുന്നത്. കപ്പ് ഡിസ്ട്രിബ്യൂഷനെ തുടർന്ന് വളരെ വിശദമായിട്ട് ഫെമി സേഫ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റിൻ്റെ കോ ഫൗണ്ടറായിട്ടുള്ള നൂറീൻ ഐഷ ഒരു ക്ലാസ് എടുത്തു. അതായത് എങ്ങനെയാണ് ഈ കപ്പ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നും അതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്നും ഇതിൻ്റെ ഒരുപാട് ആശങ്കകളുണ്ട് ഇതിനെക്കുറിച്ച്. ഈ കപ്പ് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമെന്ന്. അപ്പോൾ ആ ആശങ്കകളൊക്കെ അകറ്റുന്ന രീതിയിൽ വളരെ മികച്ച ഒരു ക്ലാസ്സായിരുന്നു നൂറീൻ ഐഷ എടുത്തത്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഷമാ മുഹമ്മദ് ആയിരുന്നു, AICC നാഷണൽ സ്പോക്സ് പേഴ്സൺ. പിന്നെ എല്ലാ വിദ്യാർത്ഥിനികൾക്കും അവിടെ അവർ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വലിയൊരു കാര്യം തന്നെയാണ് ഇതുള്ളത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ കൂടുതൽ, ഇപ്പോൾ മിക്കവാറും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പെൺകുട്ടികളുടെ വിഭാഗം കൂടുതലായിട്ടുണ്ട് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇവർക്കേറെ പ്രാധാന്യമുള്ളതാണ് ഈ ഒരു സംവിധാനം. അതുകൊണ്ട് തന്നെ കേരളത്തിലിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യൂണിയൻ്റെ നേതൃത്വത്തിൽ യൂണിയനും കോളേജും വിമൻസ് എല്ലാം കൂടി ഇവിടെ നടത്തിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പാഡ് ഡിസ്പോസ് ചെയ്യുക എന്നതിലുപരി അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മറ്റുമുണ്ട്. ഇത് കയ്യിൽ കരുതുക, അതുപോലെ തന്നെ ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ കോസ്റ്റ് ബെനിഫിറ്റും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ത്രീ സൗഹൃദ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് ക്യാമ്പസിൽ പലതരത്തിലുള്ള വേസ്റ്റേജുകൾ നമ്മൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഈ പാഡ് യൂസ് ചെയ്യുന്ന വേസ്റ്റേജ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്പോസൽ ഒരു പ്രോബ്ലമായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് മുന്നോട്ട് വന്ന യൂണിയന് അഭിനന്ദനങ്ങൾ പറയാൻ കൂടെ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, പാഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊരു സംരംഭം എന്ന് പറയുന്നത് വളരെ നല്ലൊരു ആശയമായിട്ട് തന്നെ തോന്നിയത്. കുട്ടികൾക്കായാലും ഇത് ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റേണ്ട ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നന്നായിട്ട് അതിൻ്റെ ഒരു പരിധി വരെ നമുക്കൊരു പരിഹാരം കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ നല്ല രീതിയിലൊക്കെ നമ്മളത് ഫ്രീ ആയിട്ട് കൊടുത്തപ്പോൾ കുറേ കുട്ടികൾക്ക് ഇവിടെ, പ്രത്യേകിച്ച് നമ്മൾ മാടായി കോളേജിൽ കുറച്ച് എന്താ പറയുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്കത് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ അത് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം കുട്ടികളാണെന്ന് പറയേണ്ടത്, സ്ത്രീ സമൂഹമാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത്, നമ്മൾ ക്യാമ്പസിലായാലും നമ്മുടെ ഡെയിലി ലൈഫിലായാലും പുതിയ മാറ്റങ്ങൾ വരണം. അപ്പോൾ സ്ത്രീകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഉള്ള ഒരു മാറ്റം അവരാഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് രീതിയിലായാലും അതിനൊത്തൊരു മാറ്റമായിട്ടാണ് ഇതിനെ കാണുന്നത്. നമ്മുടെ കോളേജിൽ നിന്ന് എല്ലാവരും പൂർണ്ണമായി സപ്പോർട്ടാണ്. വിദ്യാർത്ഥികളുടെ ഭാഗത്ത് വളരെ നല്ല സപ്പോർട്ടാണ് ഇതിലുണ്ടായത്. അപ്പോൾ കോളേജ് യൂണിയനായാലും അവർ നേതൃത്വം നൽകി കുട്ടികൾ പൂർണ്ണമായ സപ്പോർട്ട് ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഫൈൻ ആർട്സ് അഡ്വൈസറാണ് യൂണിയൻ്റെ. അപ്പോൾ നമ്മുടെ നിർദ്ദേശങ്ങളിൽ കുട്ടികൾ അത്ര നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഒരു അഡ്വൈസ് എന്ന രീതിയിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അത്രമാത്രം സപ്പോർട്ട് കുട്ടികളുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കോളേജിൽ ആൺകുട്ടികളായാലും
അതിന് അത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ആദ്യം പല വിദ്യാർത്ഥികളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായെങ്കിലും ബോധവൽക്കരണ ക്ലാസുകളടക്കം നൽകിയതോടെ എല്ലാവരും നല്ല സഹകരണമായിരുന്നു എന്നാണ് യൂണിയൻ ഭാരവാഹികൾ പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ വിദ്യാർത്ഥികളിൽ അവർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, എങ്ങനെ ഇത്രയും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് മെൻസ്ട്രൽ കപ്പ് കൊടുക്കാൻ പറ്റും എന്നുള്ള കൺഫ്യൂഷൻ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ വളരെ മനോഹരമായിട്ട് ആ ഒരു ചടങ്ങ് ഞങ്ങൾക്ക് ഈ അടുത്ത് തന്നെ ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് നമ്മളെ സഹായിച്ചത് ഡോക്ടർ ഷമാ മുഹമ്മദാണ്. അപ്പം ഇപ്പം നമുക്കറിയാം മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് അധികം ആരും യൂസ് ചെയ്ത് കാണുന്നില്ല, കാരണം അത് ഉപയോഗിക്കാനുള്ളൊരു ഭയം എല്ലാ വിദ്യാർത്ഥികളിലും ഉണ്ട്. അപ്പം അത് മാറ്റിയിട്ട് അതിന് നല്ല രീതിയിലുള്ളൊരു ക്ലാസ് ന്യൂറിൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ക്ലാസ്സോടുകൂടി തന്നെയാണ് ഞങ്ങളത് വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമുക്ക് സ്വാഭാവികമായിട്ടും പെൺകുട്ടി എന്നുള്ള രീതിക്ക് എനിക്കറിയാം എത്രത്തോളം നമ്മൾ ഓരോ മാസവും പാഡിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ ഒരു മെൻസ്ട്രൽ കപ്പ് 5 വർഷത്തോളം ഗ്യാരണ്ടിയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകുന്നത്. ആ 5 വർഷം അവർ പാഡ് വാങ്ങാനുള്ള പൈസ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എത്രയോ ഒരു ചെറിയ പൈസ മാത്രമേ നമുക്കൊരു മെൻസ്ട്രൽ കപ്പിനാകുന്നുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികളിൽ ഇതെത്തിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇത് വാങ്ങിക്കഴിഞ്ഞാലും വിദ്യാർത്ഥികൾ ഇത് ഉപയോഗിക്കുമോ എന്നുള്ളൊരു സംശയം നമ്മൾ ഓരോരുത്തരുണ്ടായിരുന്നു. പക്ഷേ വിദ്യാർത്ഥികളിൽ നിന്ന് നല്ല റെസ്പോണ്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അവരെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കൂടാണ്ട് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ഫ്രീ ആയിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും മെൻസ്ട്രൽ കപ്പ് കൊടുക്കാൻ സാധിച്ച ഒരേ ഒരു കോളേജ് ഇപ്പം മാടായി കോളേജാണ്. ഇങ്ങനൊരു ആശയം കോളേജ് യൂണിയൻ്റെ നേതൃത്വത്തിലും മുന്നോട്ട് വെച്ചപ്പോൾ കുറേ പിള്ളേർ അതിനെ അനുകൂലിച്ചു. വെച്ചാൽ അവർക്ക് അതിൻ്റെ കാര്യങ്ങളും ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതും പാഡ് ഫ്രീ ക്യാമ്പസ് എന്നൊരു ആശയം മുന്നോട്ട് വെച്ചാണ് നമ്മുടെ യൂണിയൻ ഇത് ഒരു വാഗ്ദാനമായിട്ട് നമ്മുടെ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൽ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇത് നടത്താൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പിന്നെ കുറേ വിദ്യാർത്ഥികൾ ഇതിനെപ്പറ്റി എഡ്യൂക്കേറ്റഡ് അല്ല, മീൻസ് ഇതിനെക്കുറിച്ച് അധികം കാര്യങ്ങളും അറിവും ഇതിൻ്റെ ഇമ്പാക്ട്സും എന്താണെന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ വിദ്യാർത്ഥികൾ ഇത് യൂസ് ചെയ്യാണ്ട് പിന്നോട്ട് മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളെ ഇതിനെപ്പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറേ പിള്ളേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്, കുറേ വിദ്യാർത്ഥികൾ ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഈ കാര്യം. അതായത് തിരഞ്ഞെടുപ്പ് സമയത്ത് KSU അതിന് മാനിഫെസ്റ്റോയിൽ വെച്ച ഏറ്റവും അഭിമാനത്തോടുകൂടി മുന്നോട്ട് വെച്ചൊരു ആശയമായിരുന്നു ക്യാമ്പസിലെ മുഴുവൻ പെൺകുട്ടികൾക്കും ഫ്രീ ആയിട്ട് മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതിൽ ഈ ആശയം മുന്നോട്ട് വെച്ച ആളുകളും ആ ആശയത്തോട് പിന്നെ അത് ഫോളോ അപ്പ് ചെയ്ത ആളുകളും പെൺകുട്ടികളെക്കാൾ കൂടുതൽ യൂണിയൻ്റെയും KSUവിൻ്റെയും ഭാഗമായിട്ടുള്ള ആൺകുട്ടികൾ തന്നെയാണ്. ക്യാമ്പസിലെ ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായാലും മികച്ച പ്രതികരണമാണ് ഈ ഒരു ആശയത്തിന് പുറത്ത് കിട്ടിയിട്ടുള്ളത്. അതായത് മെൻസ്ട്രൽ കപ്പുകളുടെ വിതരണത്തിന് അടക്കം സഹായിക്കുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ ക്യാമ്പസിലെ ആൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെയും ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു? അതായത് ഞങ്ങൾ ഇങ്ങനൊരു ആവശ്യം, അതായത് ആൺകുട്ടികളെ മാത്രമല്ല പെൺകുട്ടികൾക്കും ഈ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും ഒന്നും കാര്യമായിട്ടുള്ള ഒരു ക്ലാസ് ഇതുവരെ ലഭിച്ചിരുന്നില്ല. അപ്പോൾ അവർക്ക് പലർക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പേടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുഴുവൻ ആളുകളെയും പെൺകുട്ടികളെ എന്ന് മാത്രമല്ല ആൺകുട്ടികളെയും ഇതിൻ്റെ കാര്യങ്ങളും മറ്റ് ഘടകങ്ങളൊക്കെ ബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം AICC വക്താവ് ഡോക്ടർ ഷമാ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടപ്പോൾ മാഡം തന്നെയാണ് പറഞ്ഞത് ഒരു ക്ലാസ് കൂടി ഒരു മെൻറ്ററെ വെച്ചുകൊണ്ട് ഒരു ക്ലാസ് കൂടി ആ കുട്ടികൾക്ക് നൽകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളടക്കം ആ ക്ലാസ്സിലിരുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധം അതിനെപ്പറ്റി ലഭിച്ചിട്ടുണ്ട്. അതിന് പാഡിനേക്കാൾ കൂടുതൽ സൗകര്യം മെൻസ്ട്രൽ കപ്പുകളാണെന്നും ഇതിനെ വിമർശിക്കുന്നവർ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരുമാണെന്നും ഉറക്കെ പറയുകയാണ് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥിനികളും. നമ്മൾ ഇതുവരെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിട്ടില്ല, അപ്പം അത് കുറച്ചുകൂടി ഇതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ഇപ്പം പാഡായി കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാനെല്ലാം വളരെ നല്ലതായിട്ട് തോന്നും. പാഡിനെക്കാട്ടും നല്ലത് ഇതന്നെ. ഇപ്പം പൈസേൻ്റെ ഇതിനും വെച്ച് നോക്കുമ്പം ഇത് കപ്പ് തന്നെ സുഖം. ഇപ്പം ആദ്യം കുറച്ച് പണി ഉണ്ടായിനി ഈ വെക്കുന്ന ഒരു ഇതുകൊണ്ട്, അപ്പം ആ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ നല്ല തന്നെയാണ് കിട്ടിയത്. ഇവർ തന്ന സാധനവും നല്ല സാധനമായിരുന്നു. അപ്പം ഇങ്ങനെ ഫസ്റ്റിനെ അറിയില്ല വെക്കണ്ട, അപ്പം അന്നത്തെ ആ ക്ലാസ്സിനും ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൊണ്ട് തിരിഞ്ഞു അങ്ങനെയാണ് വെക്കേണ്ടത്, അതിൻ്റെ ഇത് മറ്റതെല്ലാം തിരിഞ്ഞു. അപ്പം നല്ല തന്നെയായിരുന്നു. ഇപ്പോൾ ഓരോരാൾ ഇഷ്ടമല്ലേ കംഫർട്ടല്ലേ. ഇതിപ്പം ഫസ്റ്റ് വെക്കുന്നൊരു പ്രശ്നമേ ഇല്ലൂ. ഇപ്പം ശീലമായാലും ഇതാണ് നല്ലത്. എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പം പാഡും ഇതും വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് നല്ലത്. കപ്പേനെ നമുക്ക് നല്ലതായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഓരോരാളെ ഇതുപോലെ ഇരിക്കും. ചിലർക്ക് ഇങ്ങനെ വെക്കേണ്ട ഒരു പേടി അപ്പം അങ്ങനത്തെല്ലാം കൊണ്ടല്ലേ. അപ്പോൾ അത് ഒരാളെ ഇഷ്ടത്തിന് ഇതാണ്, അല്ലാണ്ട് ഇതിന് വേറെ കുഴപ്പം അങ്ങനത്തെ ഒന്നും കാണാനില്ല. കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നുന്നത് മെൻസ്ട്രൽ കപ്പ് തന്നെയാണ്. പാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അലർജിക് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ ഒരു 1 ഇയറിൽ കൂടുതലായിട്ട് മെൻസ്ട്രൽ കപ്പിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഐ ഫീൽ സോ കംഫർട്ട് വിത്ത് ദാറ്റ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ റെക്കമെൻഡ് ചെയ്യലുണ്ട് അത് യൂസ് ചെയ്യണമെന്ന്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ ഗേൾസും മെൻസ്ട്രൽ കപ്പിലേക്ക് മാറണം എന്നാണ്. കാരണം കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയാലും അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റിക്കും നമ്മുടെ സെക്യൂരിറ്റിക്കും കുറച്ചും കൂടി നല്ലത് മെൻസ്ട്രൽ കപ്പാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും നവമാധ്യമങ്ങളിൽ മാധ്യമങ്ങളൊക്കെ ഇല്ലെങ്കിൽ എല്ലാവരും റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടായിട്ട് പറയുന്നത് ഈ പറയുന്ന പാഡ് കാരണം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസും കാര്യങ്ങളും കെമിക്കൽസാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം നമ്മളെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു വലിയൊരു ഘടകമാണ്. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഘടകമായിട്ട് ഇത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന പെൺകുട്ടികൾക്ക് ഇത് ഇടുമ്പം അവർക്കുണ്ടാകുന്ന ഏതൊരു കാര്യം അപ്പോൾ സ്പോർട്സിനായാലും ആർട്സിനായാലും ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പഴയ കാലഘട്ടങ്ങളിലല്ല ഇപ്പോഴത്തെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ആശ ഉന്നയിച്ചിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ ഗേൾസ് ഒരുപാട് കുട്ടികൾ പറഞ്ഞു മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കോളേജ് യൂണിയൻ്റെ മാനിഫെസ്റ്റോകൾ നമ്മൾ കൊടുക്കുകയും മാനിഫെസ്റ്റോകൾ അത് വിജയിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രമാത്രം വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് ഞാനത് ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് പോലും പെൺകുട്ടികൾ എത്രയും ഞങ്ങൾ നോക്കിയത് ആൺകുട്ടിയാണ് ക്യാമ്പയിൻ ചെയ്യുന്നത്. പക്ഷേ അന്നും ഞാൻ കുട്ടികളോട് പറഞ്ഞത് ഇത് ആരും ഒന്നും മാറ്റി നിർത്തേണ്ട ഒരു സാധനമല്ല, പക്ഷേ എല്ലാവർക്കും ബോധം വരേണ്ട ഒരു സാധനമാണ്. മെൻസ്ട്രൽ കപ്പിന് എന്നുള്ളത് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഈ ക്ലാസ് കിട്ടിയപ്പോൾ ഞാൻ വൃത്തിക്ക് മനസ്സിലായത്. എല്ലാവർക്കും നല്ല യൂസ്ഫുള്ളാണ്. കോളേജ് വന്ന എല്ലാവർക്കും സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് വലിയ ഇതില്ല. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? കുറേ ആൾക്കാർ എതിർക്കുന്നില്ല ഇത് മോശമാണ് അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ എതിർക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് അറിവ് കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ യൂസ്ഫുൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും. യൂസ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടായിട്ട് തോന്നിയത് മെൻസ്ട്രൽ കപ്പാണ്. പിന്നെ നമ്മുടെ മാടായി കോളേജിലെ യൂണിയൻ അതിനുവേണ്ടി എല്ലാ ഗേൾസിനും ഒരു പൈസ പോലും മേടിക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് മെൻസ്ട്രൽ കപ്പ് വന്നു. എന്താ പറയുക, കേരളത്തിലെ ഫസ്റ്റ് കോളേജാണ് നമ്മുടെ. വളരെ ഹെൽപ്പിംഗ് ആയി. പാഡ് പോലെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെൻസ്ട്രൽ കപ്പ് അതന്നെ. അതിനൊരു പേടിക്കാനൊന്നും വേണ്ട. പാഡിൻ്റെ കാട്ടിയും ബെറ്റർ മെൻസ്ട്രൽ കപ്പ് തന്നെയാണ്. നല്ല ക്വാളിറ്റിയിലെ കപ്പ് തന്നെയായിരുന്നു തന്നത്. ഇതിൻ്റെ കാട്ടി മുമ്പ് യൂസ് ചെയ്യുന്നതായിരുന്നു. ഇത് ഇടുന്ന് തരും ചെയ്തപ്പോൾ അത് എടുക്കും ചെയ്തു. അല്ല, വേസ്റ്റേജ് കുറക്കാൻ സാധിക്കും. മാക്സിമം വേസ്റ്റേജ് നമുക്ക് കുറക്കാം യൂസ് ചെയ്യുന്നതിലൂടെ. ഇപ്പം നമുക്ക് കോളേജിൽ തന്നെ ക്ലാസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. അങ്ങനെ എല്ലാ കോളേജിലും ഇതുപോലെ ക്ലാസ്സുകളും സ്കൂളിലും കോളേജിലും ക്ലാസ്സുകളെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറേ കൂടി ഇത് കുറക്കാൻ വേണ്ടി സാധിക്കും. പ്ലാസ്റ്റിക് ആയാലും വേസ്റ്റ് ആയാലും കുറക്കാൻ വേണ്ടി സാധിക്കും. ചേഞ്ച് എല്ലാത്തിനും അനിവാര്യമാണ്. അപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് പോലത്തെ കാര്യമാണെങ്കിൽ അത് പലർക്കും അതിനോട് എതിർപ്പുണ്ട്. എന്താ പറയുക, കുറേ അഭ്യൂഹങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഉണ്ട്. അത് യൂസ് ചെയ്യാൻ പറ്റില്ല, ഈ വെർജിൻ ഗേൾസിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസൊക്കെ കേൾക്കാം. പക്ഷേ അങ്ങനെയല്ല. എല്ലാത്തിനും ഉപരി മെൻസ്ട്രൽ കപ്പ് പാഡിനേക്കാളും കൂടുതൽ കംഫർട്ടാണ്. പിന്നെ ഫസ്റ്റ് വെക്കാൻ മുമ്പേ നമുക്കിത് പേടി അങ്ങനെയുണ്ട്. പക്ഷേ ഫസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല കംഫർട്ടായിരിക്കും. ഫസ്റ്റ് എന്തായാലും കുറച്ചൊരു ആദ്യമായിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമുക്കത് യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്കത് കംഫർട്ട് എന്ന് പറഞ്ഞാൽ പാഡിനെക്കാട്ടും ഏറ്റവും നല്ല കംഫർട്ടാണ്. ഫസ്റ്റ് യൂസ് ചെയ്താൽ എന്തുകൊണ്ടും മെൻസ്ട്രൽ കപ്പ് പിന്നെ ഉപേക്ഷിക്കില്ല. പാഡിലേക്കൊരു തിരിച്ചു വരവ് പിന്നെ ഉണ്ടാവില്ല. ഉപയോഗിച്ച് ശീലമായവർക്ക് നല്ലത് തന്നെയാണ്. പാഡിനെക്കാട്ടി എത്രയോ നല്ലതാണ്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് ഇവർ അറിവില്ലാത്തതുകൊണ്ടായിരിക്കണം എതിർക്കുന്നത്. പാഡുകൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകളും അസൗകര്യവും മലിനീകരണവുമെല്ലാം തടയാൻ മെൻസ്ട്രൽ കപ്പുകൾ കൊണ്ട് സാധിക്കുമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ ഈ മാതൃക സമൂഹത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് പ്രത്യാശിക്കാം. ക്യാമറാമാൻ ആദർശ് കല്യാശ്ശേരിക്കൊപ്പം ലിറ്റി പീറ്റർ, കേരള ഓൺലൈൻ ന്യൂസ്.